ഹായ് കൊച്ചുമക്കളെ, ഇന്ന് കുളത്തിൽ ജീവിച്ച ഒരു കണ്ണൻ മീനിൻ്റെ കഥയാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരാൻ പോണത്. ഇത് ടീച്ചറമ്മയുടെ സ്വന്തം കുളമാണ്. ഒരു രാജ്യത്ത് ഒരു വലിയ കുളമുണ്ടായിരുന്നു. ആ കുളത്തിലെ ഒരു കണ്ണൻ മീനും ഒരു വെള്ളക്കൊക്കും താമസിച്ചിരുന്നു. അവർ നല്ല കൂട്ടുകാരായിരുന്നു കേട്ടോ. പക്ഷേ ഈ വെള്ളക്കൊക്കില്ലേ, അവനൊരു ചതിയനായിരുന്നു. കണ്ണൻ മീനിന് വെള്ളക്കൊക്കിനെ ശരിക്കും മനസ്സിലായിട്ടില്ല. കുറേ ദിവസം അവരിങ്ങനെ ഒന്നിച്ച് വർത്തമാനമൊക്കെ പറഞ്ഞ് ജീവിച്ചു കുളത്തിൽ. നല്ല മഴയൊക്കെ പെയ്യുന്ന സമയത്ത് വെള്ളക്കൊക്ക് ഇങ്ങനെ ഒറ്റ കാലിൽ ഈ കുളത്തിൻ്റെ കരയിൽ ഇങ്ങനെ നിൽക്കും. കണ്ണമീൻ വെള്ളത്തിൻ്റെ അടിയിൽ നിന്ന് ഓരോ കഥകൾ പറയും. വെള്ളക്കൊക്കെ അതൊക്കെ കേൾക്കും. അങ്ങനെ കുളത്തിലെ വെള്ളമൊക്കെ വറ്റി വേനൽക്കാലമായിട്ടോ. ആ സമയത്ത് കൊക്ക് പറയും കണ്ണമീനിനോട്, എടാ, നിനക്കിനി ഈ കുളത്തിൽ ജീവിച്ചാൽ രക്ഷയില്ല. നീ മരിച്ചു പോവും വെള്ളമില്ലാതെ. നീ എന്ത് ചെയ്യണം? ദൂരെയുള്ള ഒരു കുളത്തിൽ പോയി താമസിച്ചോളൂ. ഞാൻ നിന്നെ കൊണ്ടുപോകാം. കണ്ണമീന് വെള്ളക്കൊക്കിനെ വിശ്വസിച്ചു കേട്ടോ. കണ്ണമീന് പറയും, ശരി ശരി, എൻ്റെ കൂട്ടുകാരെയൊക്കെ എന്ത് ചെയ്യും ഞാൻ മാത്രം പോയിട്ടെന്താ കാര്യം? ഞാൻ അവിടെ ഒറ്റയ്ക്കാവില്ലേ? കണ്ണമീന് പറഞ്ഞു, ഞാൻ ഓരോരുത്തരെയായി കൊണ്ടുപോകാമെടാ, നീ പേടിക്കണ്ട. അങ്ങനെ വെള്ളക്കൊക്കെ ഓരോ മീനിനെയായി പിടിച്ചുകൊണ്ട് പോയി വേറെ ഏതോ കുളത്തിലേക്കാണെന്നും പറഞ്ഞ് കൊണ്ടുപോയിട്ടോ. കൊണ്ടുപോയപ്പോൾ വെള്ളക്കൊക്കെ അവരെയൊക്കെ കാണും. പക്ഷെ തിരിച്ചവരൊരിക്കലും വന്നില്ല. അങ്ങനെ ഓരോ മീനിനെയായി വെള്ളക്കൊക്കെ കൊണ്ടുപോയി തിന്നു. പാവം കണ്ണമീൻ. അവസാനം കണ്ണമീനിൻ്റെ ഊഴമെത്തി. കണ്ണമീനിനോട് വെള്ളക്കൊക്ക് പറഞ്ഞു, നിന്നെയാണ് ഇനി ഞാൻ കൊണ്ടുപോകുന്നത്. നാളെ നീ റെഡിയായിരുന്നോ? വെള്ളം അപ്പോഴേക്കും ഏകദേശം വറ്റിത്തുടങ്ങിട്ടോ. അങ്ങനെ ഇരിക്കുമ്പോൾ ആ കുളത്തിൽ ഒരു ഞണ്ട് താമസിച്ചിരുന്നു. അവൻ്റെ പേര് കിട്ടു എന്നായിരുന്നു. ഈ കിട്ടു നമ്മുടെ വെള്ളക്കൊക്കിനോട് പറഞ്ഞു, എന്നെയും നീ കൊണ്ടുപോകുമോ? അപ്പോൾ വെള്ളക്കൊക്ക് പറഞ്ഞു, നിന്നെ വേറൊരു ദിവസം കൊണ്ടുപോവാം. അത് പറ്റില്ല, എന്നെ കൊണ്ടുപോയിട്ട് മതി കണ്ണമീനിനെ നീ കൊണ്ടുപോകാൻ. അപ്പം പറഞ്ഞു കൊക്ക്, പറ്റില്ല, കണ്ണനെ ഞാൻ കൊണ്ടുപോയിട്ട് നിന്നെ കൊണ്ടുപോകും. അങ്ങനെ പിറ്റേ ദിവസം എത്തി. വെള്ളക്കൊക്ക് പറന്ന് വന്നു കേട്ടോ. വന്ന് കണ്ണമീനിനോട് പറഞ്ഞു, നീ എൻ്റെ കാലിൽ കടിച്ച് പിടിച്ചോ, നിന്നെ ഞാൻ കൊത്തി പറക്കാം. അപ്പോൾ കണ്ണമീൻ പറയും, ഞണ്ടില്ലാതെ ഞാൻ വരില്ല. അവനെ ഇവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ ഒരിക്കലും വരില്ല. കിട്ടുവിനെയും കൊണ്ടേ പോകൂ. ഓ, എന്നാ ശരിയടാ എന്ന് പറയും. അങ്ങനെ ഞണ്ട് എന്ത് ചെയ്തു? കൊക്കിൻ്റെ കഴുത്തിൻ്റെ ബാക്കിലിരുന്നു, മുതുകത്തിരുന്നു. കണ്ണമീനോ കൊക്കിൻ്റെ കാലിലും ഇരുന്നു. അങ്ങനെ പറന്നൊരു പാറപ്പുറത്തെത്തി. നമുക്കിവിടെ അല്പനേരം വിശ്രമിക്കാം, കൊക്ക് പറഞ്ഞു. വേഗം അവർ പറന്ന് അവിടെ ഇറങ്ങി. നോക്കുമ്പോൾ എന്താ, അവിടെ ഈ കൂട്ടുകാരുടെ എല്ലാം അവശിഷ്ടങ്ങൾ കാണാൻ പറ്റി. ഞണ്ട് മെല്ലെ കണ്ണമീനിനോട് പറഞ്ഞു, എടാ, നിന്റെ കൂട്ടുകാരെയൊക്കെ തിന്ന സ്ഥലമാണടാ ഇത്. ഈ കൊക്ക് ചതിയനാണടാ. നമ്മൾ ഇവനെ വിശ്വസിച്ചു. ഇപ്പോൾ ഒന്നും മിണ്ടണ്ടാട്ടോ, നമുക്ക് വേറെ കുളത്തിലേക്ക് പോകാമെന്ന് പറയാം. ശരിയെന്ന് പറയും. അപ്പോൾ കൊക്ക് പറയും, ഇവരെ ഇവിടെ ഇരുന്ന് തിന്നാൽ ശരിയാവില്ല, രണ്ടിനെയും കൂടെ തിന്നണ്ടല്ലോ. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി രണ്ടിനെയും ശരിയാക്കാം. ശരി, കയറിക്കോ, നമുക്ക് കുളത്തിലേക്ക് പോവാം. കൊക്ക് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ഞണ്ട് വീണ്ടും കഴുത്തി കയറി. കണ്ണമീൻ കാലിലും കയറി. കുറച്ച് ദൂരം പറന്നതും ഞണ്ട് ഇറുക്കാൻ തുടങ്ങി കൊക്കിനെ. ഇറുക്കി ഞണ്ട് വെള്ളക്കൊക്കിൻ്റെ പണി കഴിച്ചു. കണ്ണമീനെ അവൻ കാലിൽ നിന്നും താഴത്തേക്കിട്ടത് ഒരു ചെളിയിലായിരുന്നു, ഒരു ചെളിക്കണ്ടത്തിലായിരുന്നു. അതിൽ നിറയെ വെള്ളമുണ്ടായിരുന്നു. അങ്ങനെ കണ്ണമീൻ പതുക്കെ നീന്തി ആ കണ്ടത്തിലേക്ക് പോയി. ഞണ്ടും അവൻ്റെ ഒപ്പം താഴേക്ക് ചാടി. അവർ രണ്ടുപേരും ആ കണ്ടത്തിൽ സുഖമായി ജീവിച്ചു. അവിടെയുള്ള കൂട്ടുകാരൊക്കെ അവരെ സ്വീകരിച്ച് അവർ സുഖമായി അവിടെ കഴിഞ്ഞു. നമ്മുടെ വെള്ളക്കൊക്ക് മരിച്ചുപോയി. ഈ കഥയിൽ നിന്നും എന്താണ് കൂട്ടുകാർ മനസ്സിലാക്കുന്നത്? എത്ര വലിയ ആളാണെങ്കിലും എത്ര കൂട്ടുകാരനാണെങ്കിലും നമ്മൾ അവരെ പൂർണ്ണമായും മനസ്സിലാക്കാതെ അവർ പറയുന്നത് മുഴുവൻ കേൾക്കരുത് എന്നുള്ള ഗുണപാഠം എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ.
പിന്നെ നമ്മുടെ കണ്ണമ്മീൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? കണ്ണമ്മീൻ ഒരു പാവമായിരുന്നു അല്ലേ? അവനൊരു നിഷ്കളങ്കനായിരുന്നു. അതുകൊണ്ട് അവനെ നമ്മളുടെ കണ്ണമീനിനെയും ഞണ്ടിനെയും ദൈവമാണ് രക്ഷിച്ചത്. അപ്പോൾ പാവങ്ങൾക്കും നിഷ്കളങ്കർക്കും നല്ലവർക്കുമൊക്കെ ദൈവത്തിൻ്റെ തുണിയുണ്ടാവും എപ്പോഴും. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? അപ്പം ഇനി അടുത്ത കഥയുമായി ടീച്ചറമ്മ ഉടൻ വരുന്നതാണ്. ബൈ.